ഹായ് മക്കളെ, 10ാം ക്ലാസ്സിൻ്റെ അവസാന ദിവസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. പല സ്കൂളുകളും ക്ലാസ് നിർത്തി, പല ട്യൂഷൻ സെൻ്ററുകളും ക്ലാസ്സുകൾ നിർത്തി. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങൾ തന്നെയാണ്. 10ാം ക്ലാസ്സിൽ ഫുൾ A+ നേടണം എന്നുള്ളത് പല ആളുകളുടെ ആഗ്രഹമാണ്. പക്ഷേ ഏത് രീതിയിൽ പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ ഇപ്പോഴും പല കുട്ടികൾക്കും അറിയില്ല. അവിടേക്കാണ് നിങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വരുന്നത്. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പക്ഷേ നിങ്ങൾ എഴുതാൻ പോകുന്ന ഏറ്റവും വലിയൊരു എക്സാം ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. എന്നാൽ എനിക്ക് പറയാനുള്ള ഇത്ര മാത്രമാണ്, നിങ്ങൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ആവശ്യമില്ലാത്ത ടെൻഷൻ പ്രത്യേകിച്ച് ഒരു ഗുണവും ചെയ്യില്ല. എന്നാൽ ആരോഗ്യപരമായിട്ടൊരു ടെൻഷനുണ്ട്. അതായത് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, പക്ഷെ പഠിച്ചിട്ടും തീരുന്നില്ല എന്നൊരു തോന്നൽ, അത് നല്ല ടെൻഷനാണ്. പിന്നെ മറ്റൊരു ടൈപ്പ് ടെൻഷനുണ്ട്, ഒന്നും പഠിച്ചിട്ടില്ല, എങ്ങനെ പഠിക്കണമെന്ന് അറിയില്ല, പക്ഷേ ടെൻഷൻ കൂടി വരുന്നു. അങ്ങനത്തെ ടെൻഷൻ അനാവശ്യമായുള്ള ടെൻഷനാണ്. നിങ്ങൾക്ക് ഏത് ടെൻഷനാണ് ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പഠിച്ചു തുടങ്ങി, കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു, നിങ്ങളുടെ ഒരു ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്, ഒരു പേടിക്കേണ്ട കേട്ടോ. ആ ടെൻഷൻ നിങ്ങൾക്ക് ഈ എക്സാം കഴിയുന്നത് വരെ ഉണ്ടാവും. നിങ്ങൾ പരീക്ഷയുടെ തലേ ദിവസം വരികയാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത്, ഞാൻ കുറച്ചുകൂടി പഠിക്കാനുണ്ടല്ലോ, എനിക്ക് ആ പഠിച്ചതൊക്കെ മറന്നു പോകുമല്ലോ എന്നുള്ള ടെൻഷനായിരിക്കും. ആ ടെൻഷനായിട്ട് നിങ്ങൾ പേടിക്കേണ്ട, അതൊരു പോസിറ്റീവായിട്ടുള്ള ടെൻഷനാണ്. സോ ഈ ടെൻഷനൊക്കെ ഇനിയും നിങ്ങൾക്ക് പഠിക്കാത്ത കുട്ടികൾക്ക് ഉണ്ട് എങ്കിൽ അവർക്കത് മാറ്റാനുള്ള ഒരു വഴിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇതിൻ്റെ 2 ദിവസം മുമ്പേ നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ, ഫൈനൽ റിവിഷൻ സ്റ്റഡി പ്ലാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സ്റ്റഡി പ്ലാനിലത്തെ കമൻസുകൾ ഞാൻ വായിച്ചു നോക്കി. ഏകദേശം 1200ഓളം കമൻസുകളാണ് നമ്മുടെ ആ സ്റ്റഡി പ്ലാൻ്റെ അടിയിൽ വന്നത്. അതിലൊരുപാട് പോസിറ്റീവായിട്ടുള്ള കമൻസുകൾ വന്നു. ഇത്രയും നല്ല സ്റ്റഡി പ്ലാൻ മറ്റാരും തന്നത് കണ്ടിട്ടില്ല, ഇത്രയും നല്ല സ്റ്റഡി പ്ലാൻ ഞാൻ എവിടെയും കണ്ടിട്ടില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുക എന്ന ഒരു കമൻസുകൾ എനിക്ക് കാണാൻ പറ്റി. സോ അത് ബേസ് കൊണ്ടാണ് പറയുന്നത്. ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക. പിന്നെ മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ എനിക്കൊരു മോള് ഒരു ഫോട്ടോ അയച്ചു തന്നു. സാർ, എൻ്റെ സ്റ്റഡി ടൈം ടേബിളാണ് ഇതെന്ന് പറഞ്ഞിട്ട് സൈലം തന്ന ആ സ്റ്റഡി ടൈം ടേബിൾ അങ്ങനെ തന്നെ എഴുതി അതൊരു സ്ഥലത്ത് ഒട്ടിച്ച് വെച്ചൊരു ടൈം ടേബിൾ. തീർച്ചയായിട്ടും അത്രയധികം നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ മാക്സിമം ഞങ്ങളെ കൊണ്ട് എന്തൊക്കെ തരാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് തരും. ഈ സ്റ്റഡി പ്ലാനിൽ പെട്ട 2 കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മുടെ FAIL-B+ സീരീസും B+2 A+ സീരീസും. ഈ 2 സീരീസുകളും ഒരുമിച്ച് ഫോളോ ചെയ്യുന്ന കുട്ടിക്ക് ഉറപ്പായിട്ടും A+ലേക്ക് എത്താൻ പറ്റുകയും ചെയ്യും. നല്ല ഫീഡ്ബാക്കുകളും കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. മാക്സിമം എല്ലാം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് തരുന്നതാണ്. അപ്പോൾ മാക്സിമം എഫേർട്ട് എടുക്കുക, മാക്സിമം ലൈവുകൾ കാണുക, മാക്സിമം ലൈവിൻ്റെ റെക്കോർഡ് വീഡിയോകൾ കാണുക. ഒരു തവണ കണ്ടു എന്ന് കരുതി വീണ്ടും അത് കാണാതിരിക്കരുത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, മനുഷ്യനാണ്, 85% ആളുകളും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 മണിക്കൂറിനകം അതിൻ്റെ ഒരുവിധം എല്ലാ കാര്യങ്ങളും മറന്നു പോകും എന്നുള്ളതാണ്. പിന്നീട് അത് റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ത്രൂ റിവിഷനാണ്. സോ ഒരു തവണ നിങ്ങൾ പഠിച്ച ചോദ്യങ്ങളാണെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ റിപ്പീറ്റേഷനിലൂടെയാണ് നിങ്ങൾ എന്താക്കുന്നത്, പെർഫെക്റ്റ് ആയിട്ട് മാറുന്നത്. നിങ്ങളുടെ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും. അവരൊക്കെ ഒരു പക്ഷേ നിങ്ങൾ ഇതിൻ്റെ എഫക്റ്റ് അറിയാൻ പോകുന്നത് പബ്ലിക് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്തായിരിക്കും. നിങ്ങളോടൊപ്പം പഠിച്ച് വളർന്ന, ഇതുപോലെ സ്റ്റഡി ടൈം ടേബിൾ ഒന്നും കാണാതെ പോയ കുട്ടികളെക്കാൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടുമ്പോഴായിരിക്കും അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, നമ്മളോടൊപ്പം നമ്മുടെ കൂട്ടുകാരികളൊക്കെ വിജയിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്നത്. സോ അവരോടും ഈ സ്റ്റഡി പ്ലാനെ പറ്റി പറയുക. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യുക. ഓരോ ദിവസവും എത്ര പഠിച്ചു എന്ന് നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പറയുക, ഞാൻ ഇത്ര പഠിച്ചു, എനിക്ക് ഇത്ര കവർ ചെയ്യാൻ പറ്റിയത്. നിങ്ങൾ നല്ലൊരു ഡിസ്കഷൻ നിങ്ങൾ അവിടെ നടത്തുക. തീർച്ചയായിട്ടും നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുള്ള കേട്ടോ. അപ്പോൾ മാക്സിമം എഫേർട്ട്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മാക്സിമം എഫേർട്ട് എടുക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അതിൻ്റെ റിസൾട്ട് എന്തും ആവട്ടെ, നമ്മുടെ എഫേർട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞോ പിന്നെ നമ്മൾ ആരെയും പേടിക്കേണ്ട, ഒന്നും പേടിക്കേണ്ട. നമുക്ക് മാക്സിമം നമുക്ക് ധൈര്യത്തിൽ തന്നെ എക്സാം ഹോളിലേക്ക് പോകാൻ പറ്റും കേട്ടോ. സോ എല്ലാവരും ഒരേ രീതിയിൽ കഴിവുള്ള ആളുകളൊന്നും ആവണമെന്നില്ല അല്ലേ. പല ആളുകൾക്ക് ചിലപ്പോൾ 2-3 തവണ പറയണം, ചില ആളുകൾക്ക് 1 തവണ പറഞ്ഞാൽ മതി. അതൊക്കെ മനുഷ്യ സഹജമാണ്. അതിലൊന്നും നമുക്ക് മാറ്റങ്ങൾ ഇപ്പോൾ വരുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം എഫേർട്ട് എടുത്തുകൊണ്ട് നമ്മുടെ പരമാവധി നമ്മൾ ശ്രമിക്കുക എന്നതാണ്. അത്ര ശ്രമിച്ചാൽ മതിയുടെ, ബാക്കിയൊക്കെ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കയ്യിലേക്ക് വരും. ഞാൻ വീണ്ടും പറയുന്നു, 10ാം ക്ലാസ്സിൽ എനിക്ക് B+ കിട്ടിയ കുട്ടിയാണ്. ഞാൻ എപ്പോഴും ഇതെന്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, അത് നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഒരു മോട്ടിവേറ്റ് ആക്കും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് സങ്കടമില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. സോ നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കുന്നു അതിൻ്റെയൊക്കെ റിസൾട്ട് നിങ്ങൾക്ക് ഭാവിയിലും അല്ലാതെയായിട്ട് വരാനിരിക്കുന്നുണ്ട്. സോ നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇറ്റ്സ് മീ ഷാജിർ ലേണിംഗ്. ബൈ.